ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പുള്ളിംഗോ എന്നാണ്. നമുക്ക് നേരെ ഗൂഗിളിൽ കയറി നോക്കാം എന്താണ് പുള്ളിംഗോ എന്ന് അറിയണമല്ലോ. പുള്ളിംഗോ ഈസ് എ തമിഴ് സ്ലാങ് ദാറ്റ് ബിക്കം ഫിനോമിനൻ ഇൻ 2019. ഇറ്റ് മെയിൻലി റെഫേഴ്സ് ടു മെയിൽസ് ടീനേജേഴ്സ് ഫ്രം നോർത്ത് ചെന്നൈ in India who color their hair, have unique hairstyles, wear skinny jeans, ride Honda Dio scooters. കേട്ടോ, ഇതൊക്കെയാണ് പുള്ളിംഗോ. അവരുടെയൊക്കെ ഉണ്ട് ഈ പുള്ളിംഗോ ഭയങ്കരമായിട്ട് ഒതുങ്ങിയായിരുന്നു. ആരും അങ്ങനെ അവരുടെയൊക്കെ ഉണ്ട് ഈ പുള്ളിംഗോ ഭയങ്കരമായിട്ട് ഒതുങ്ങിയായിരുന്നു. പിന്നെ വീണ്ടും ഇപ്പം ഈ പുള്ളിംഗോ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പം പുള്ളിംഗോടെ കുറച്ച് ലേറ്റസ്റ്റ് ട്രെൻഡി വീഡിയോസൊക്കെ നമുക്ക് നോക്കാം. ആദ്യത്തെ വീഡിയോ നോക്കാം. ഓ, ഭയാനകം. ഇത് ഡാൻസ് ആണ് കേട്ടോ. ഡാൻസ് എന്നുള്ള രീതിക്കാണ്. ഒന്നും ഒരു പ്രാവശ്യം കൂടെ. കൊള്ളാം. ഇതെന്തോ ഈ താക്കോലോ അങ്ങനെ എന്തെങ്കിലും ഇരുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈ കിട്ടിയിട്ടില്ല. അളിയൻ ഇത് സെറ്റ് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല, ആരും കൊണ്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നം അത്. പേടിക്കണ്ട. അയ്യോ, ഒരു പ്രാവശ്യം കൂടെ. ശരി, സംഭവിച്ചു. ഓക്കെ, ബാഗൊക്കെ എടുത്തെറിഞ്ഞേ. എന്റെ പൊന്നേ. ഒന്നും പറയാനില്ല. അടുത്തതിലേക്ക് പോവാം. ഇതൊന്നും ഒരു കാര്യം പറയാനില്ല. അടുത്ത് നോക്കാം. ഇതൊക്കെ പോട്ടെ, ശരി, സംഭവിച്ചു. ഇവരുടെ ഒരു സ്കില്ലനുസരിച്ച് ഇവർ വീഡിയോസൊക്കെ ചെയ്തു. വിഷയമൊന്നുമില്ല. ഈ മറ്റേ റെഡ് ടീഷർട്ട് തന്നെ ഈ കാണിക്കുന്ന സൈഡിൽ നിന്നിട്ട് നോക്കണേ. കുത്തരുത് നൻപനാ இருந்தா செத்தா கூட சொல்லக்கூடாது. ശരി, അതിന്റെ സ്റ്റൈലുണ്ട്, കൈയുടെ കൊഴുക്ക്. ബ്ലാക്ക് ടീഷർട്ട് പിന്നെ കുഴപ്പമില്ല, അവൻ ബ്ലാക്ക് ഷർട്ട് വലിയ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. പക്ഷെ ഇവർ വെറുതെ വിടുന്നില്ലെന്നുള്ളതാണ്. ഇവർ ഈ ഫങ്ഷൻസും ആൾ കൂടുന്നിടത്തൊക്കെ പോയി നിന്നിട്ട് അവരെ പെർഫോമൻസ് ഒക്കെ നടത്തും. അവരുടെ സ്കില്ല് അവരെ കാണിക്കും. കണ്ടോ, അങ്ങനത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കണേ. ഓഹോ, ഒരു രക്ഷയില്ല. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവന്മാർ മാത്രമല്ല, ഇവരുടെ ബാക്കിയിരുന്ന് ഈ കളി കാണുന്നവന്മാർ ഇത് തന്നെയാണ്. മനസ്സിലായി? ഇവർക്ക് ആ ഒരു വൈബിൽ ഇവരങ്ങ് നിൽക്കുകയാണ്. ഇത് കണ്ടോ, ആ ബാക്കി ഇരിക്കുന്ന റിയാക്ഷൻ നോക്കണം. ഈ ഇത്രയും ഒരു തന്നെ ഇവിടെ ചാകാൻ കിടന്നിട്ട് ബാക്കി ഒരു അനക്കം ഉണ്ടോ എന്നാണ് അവന്മാർക്ക്. ഇത് ചത്ത് മറ്റേ പൂക്കളം ഇട്ടിരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവർക്ക് ചാൻ വേണ്ടി കിടക്കുക. അപ്പോഴത്തേക്ക് ബാക്കിയിരിക്കുന്ന ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി ഹലോ ഇൻസ്റ്റാഗ്രാമിൽ ഫീഡുള്ള എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ
ഇങ്ങനെയുണ്ട്. ആൾ കൂടെ നേരത്തെ മാത്രമല്ല, ഇതിപ്പം പിന്നെ ഒരു ഹാളിനകത്തെങ്കിലും വെക്കാം. ഇമാര് ഇത് മാത്രമല്ല, ഇമാരെ വെറുതെ ആൾക്കാരെ അങ്ങനെ വെറുതെ അങ്ങനെ പുള്ളിയെങ്കിൽ അപമാനിക്കാനും നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ അല്ലാത്തടത്തും പോകും, നമ്മൾ സ്ട്രീറ്റിൽ പോകും, വഴി സൈഡിൽ പോയിട്ടിരുന്നിട്ട് നമ്മൾ പെർഫോമൻസ് ആണ്. ഇതാണോണേ ഇതൊക്കെ സഹിക്കാം. ആ ബൈക്കിരിക്കുന്ന ആ അപ്പച്ചൻ്റെ നോട്ടം നോക്കണേ, ആ കണ്ണാടിയൊക്കെ വെച്ച് മറ്റേ ആ ലെഫ്റ്റ് കണ്ണാടിയൊക്കെ വെച്ചിട്ട് അപ്പച്ചൻ്റെ ഇപ്പോട്ട് പുള്ളിയുടെ നോട്ടം നോക്കണേ. പുള്ളി ആദ്യം ഫോണും കണ്ട് വിളിച്ചതായിരുന്നു, പിന്നെ പുള്ളി എൻ്റെ ഫോണൊക്കെ നിർത്തി. എൻ്റെ പുള്ളി ഇങ്ങനെ നോക്കും, ഇത് എന്നാ ഇവൻ എന്നാ കാണിക്കാന്നുണ്ട്. എനിക്ക് നിനക്ക് എന്താ എന്തടാ എന്താ എന്ത് പ്രശ്നം എന്താ? അണ്ണൻ പറയുന്നത് ഇങ്ങനെ നോക്കുക, എൻ്റെ ദൈവനൊക്കെ എന്നാ ഈ കാണിക്കുന്നേ? ഒരു ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു, അതൊക്കെ തീരുമാനമാകും കേട്ടോ. എൻ്റെ പൊന്നേ, പുറകിന്ന് ഒരു ചേച്ചി കേട്ടോ, പുള്ളിക്ക് പണിയാണേ, ഒരു കഷ്ടപ്പെടുക, പകലൊക്കെ വെയിലൊക്കെ കിടന്ന് കഷ്ടപ്പെടുക. അപ്പോഴത്തേക്കും അങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് എടുത്തിട്ട് ഇത് ഏതോനാണ് ഇവൻ ഇവിടെ കിടന്ന് കാണിക്കാൻ തുറത്തിട്ട് മനസ്സിലൊക്കെ നല്ല പറയുമായിരിക്കും. സൈഡിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ കൊല്ലുകൂടാ ഇവൻ. എന്റെ പൊള്ള കയ്യോ കാലോ അവനെ തട്ടിയാൽ പുള്ളിക്കാരി തീർന്നു. ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഏതായാലും രക്ഷപ്പെട്ടു. എന്റെ അയ്യോ നമ്മേ. അപ്പം ഞാൻ ഓർത്തു ബോയ്സ് മാത്രം കാണത്തുള്ളൂ പുള്ളിങ്കോയിലൊക്കെ, ഗേൾസ് ഒന്നും കാണത്തില്ല. അങ്ങനെ പുള്ളിങ്കോസ് ഗേൾസ് ഒന്നും കാണത്തില്ല. അവർ കുറച്ചും കൂടെ പഠിക്കുന്ന കാര്യത്തൊക്കെ ശ്രദ്ധിച്ച് കുറച്ചും കൂടെ കരിയറൊക്കെ ബിൽഡ് ചെയ്ത് പോകുമായിരിക്കും നമ്മൾ വിചാരിക്കും. തെറ്റി. കാര്യം മനസ്സിലായില്ലെങ്കിലും ഒന്നും പറയാനില്ല. അടുത്തത് നോക്കാം. കൊള്ളാം, മനോഹരമായി. പഠിക്കടാ, ക്ലാസ്സിൽ കയറടാ. ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ ആട്ടോ. പുള്ളിങ്ങെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും അങ്ങനെ മാത്രം കാണത്തുള്ളൂ, പെമ്പിളായിരുന്നുള്ളൂ എന്ന് വിചാരിക്കും. തെറ്റി. അപ്പോൾ നമുക്ക് ഈ പുള്ളിങ്കോസിനെ പറ്റി, പുള്ളിങ്കോ തന്നെ ഇപ്പം നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ ബാക്കിയുള്ള തന്നെ ആയിരിക്കും നമ്മളെപ്പറ്റി നമ്മളുണ്ടാകുന്നൊരു മാറ്റം, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്നൊരു സെറ്റപ്പ് അത് നമുക്കറിയാമല്ലോ. അതിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിക്കളയാം. ഗൈസ്, ഇപ്പം നമ്മുടെ ഒരു പുള്ളിങ്ക വന്നിട്ടുണ്ട്. ഒരു പുള്ളിങ്കോ അല്ല, കുറേ പുള്ളിങ്കോസ് ഉണ്ട്. ഇതന്നെ സിംഗോ, ഒരു പുള്ളിങ്കോ. അപ്പോൾ ആ പുള്ളിങ്കോടെ അഭിപ്രായം നോക്കാം, എങ്ങനെയാണ് ഈ നടക്കുന്നതുകൊണ്ട് അവർക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രയോജനങ്ങൾ ഉണ്ടാകുന്നതെന്ന് അറിയണോ? നോക്കാം. മനസ്സിലായോ? ഇതാണിപ്പോ ഫിഗറുകളെല്ലാം പാക്കുന്നതെന്ന്. അതാ പറഞ്ഞത് ശരിയാ, അവൻ പറഞ്ഞത് ശരിയാ. ഇങ്ങനെയൊക്കെ നടന്നാൽ 4 പേര് മതിക്കും, 5 പേര് മതിക്കും. 5 35
35,000 ഫോളോവേഴ്സാ. ഇവിടെ കണ്ടന്റ് എടുത്ത് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇട്ട്, അതോ ഐഫോൺ പോലും ഇല്ല, സാധാരണ ഒരു ഫോണിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് 130 ഫോളോവേഴ്സ്. ശരിയാ. എന്നെ കുതയിച്ച പേസറവങ്ക് വാങ്ങാൻ മുടിയുമോ 35,000 ഫോളോവേഴ്സ്? നിങ്ങൾ അത് ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റണം. എന്നെ ഈ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, പ്ലീസ്. ഇനിയും കുറച്ച്. അപ്പോൾ നിങ്ങൾ ഓർക്കും തീർന്നു, പക്ഷെ ഇതൊരിക്കലും തീരില്ല. ഇത് മറ്റേ ഈ മാർവലിൻ്റെ സീരീസ് ഇറങ്ങുന്നവരോ നമ്മൾ വിചാരിക്കും ഇപ്പം തീരും നാളെ തീരും, പക്ഷെ ഒരിക്കലും തീരത്തില്ല. അടുത്തിങ്ങനെ ചക്ക് 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 വന്നുകൊണ്ടേയിരിക്കും. திருப்பி போட்டு வச்சா வச்சாப்பா ஏந்து வடிச்சு பாப்பா. பெரிய டான்சர் போல எப்படி மச்சா கரெக்டா சொல்றது? ஒத்த தூக்கத்துல கூட ஆண்டுக்கிறீங்க. ഓ എനിക്ക് എന്തിനാണ് ഈ ചിരിക്കുന്നേ? എന്റെ പൊന്നേ, മതിയായി. ഞാനും പുള്ളിങ്കോ കളർ ചെയ്തേക്കാം. ഓൾറെഡി കേർലി ഹെയർ ആയിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ പൊറന്നിടുവ മണ്ണ്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ടാറ്റ.